നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ല പോലെ കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടിയോന്നോ? വളരെ കുറച്ചു നേരം മാത്രമേ ഞാൻ തറയിൽ നിന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ ഞാൻ തറയിൽ കിടക്കുമായിരുന്നു. നിന്നോട് ആരാ ഇപ്പൊ അങ്ങോട്ട് എഴുന്നോളാൻ പറഞ്ഞേ? മാഡം അല്ലേ പറഞ്ഞേ എപ്പോഴും അവളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണമെന്ന്. എന്നും പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങോട്ട് ഓടിച്ചെല്ലണമായിരുന്നോ? ഇതോടെ എല്ലാം കൊളായ ലക്ഷണോ. നീ അവിടെ പോയത് ശരി, നീ എന്തിനാ അവളുടെ മുറിയിലേക്ക് ചാടിക്കയറിയത്? അത് അവളവിടെ ഒറ്റയ്ക്കുള്ളെന്ന് കരുതിയല്ലേ പോയത്. എന്നിട്ട് ആദ്യത്തെ ചവിട്ടിയപ്പോഴല്ലേ ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലായത്. എടാ മണ്ട, നീ അവളോട് സംസാരിക്കാൻ ചെല്ലുമ്പോ അവിടെ എല്ലാരും ഉള്ള സമയത്തല്ലേ പോണ്ടത്. സംഭവം അതൊന്നും അല്ല. അവിടെ ആരും ഇല്ലാന്ന് കരുതി നീ എന്തോ പറയോ പ്രവർത്തിക്കുകയോ ചെയ്തു. അതവിടെ ഉണ്ടായിരുന്ന അനൂപ് അറിയുകയും ചെയ്തു. അതല്ലേ സത്യം? അതിനെന്നെ തല്ലിയത് അവളുടെ ഏട്ടൻ അനൂപ് അല്ലല്ലോ, വേറൊരുത്തനാ. അവൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു. പകുതി ബോധത്തിലും അപ്രതീക്ഷിത അടിയിലും ഞാനൊന്നും കേട്ടില്ല. എന്തോ നട്ടിലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവനാണോ നിന്നെ തല്ലിയെ നോക്കി? ഇവനാ മേഡം എന്നെ തല്ലിയത്. ഇവനെ മേഡത്തിന് എങ്ങനെ അറിയാം? ഞങ്ങള് തമ്മി ചെറിയൊരു ബന്ധമുണ്ട്. ഇവനെ എന്റെ ഭർത്താവിന്റെ അനിയനാ. പേര് പറഞ്ഞ നീയും അറിയും, സന്ദീപ്. ആതിരെ സ്നേഹിക്കുന്ന, അനഘയെ അവഗണിക്കുന്ന അതേ സന്ദീപ്. അപ്പൊ അത് ശരി, ആതിര സന്ദീപ് പ്രണയം വൃന്ദാവനം വീടിന്റെ അന്തഃപുരം വരെ എത്തിയല്ലേ? എന്റെ പുറം നൊന്തതിന് ഞാൻ പകരം വീട്ടും മേഡം. അതിന് മേഡത്തിന് എന്നോട് ദേഷ്യം തോന്നരുത്. ദേഹം നോവിച്ചത് സന്ദീപും ദേഹം നൊന്തത് നിന്റെ ആയതുകൊണ്ട് എനിക്കതിൽ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ നീ പകരം വീട്ടേണ്ടത് സന്ദീപിനോടല്ല, അവനെ കിടപ്പറ വരെ എത്തിച്ച ആതിരയോടാ. നിന്റെ ശരീരം വേദനിച്ചെങ്കിൽ അവളുടെ മനസ്സ് വേദനിക്കണം. ആ വേദനയിൽ ചുട്ടുപൊള്ളി നിൽക്കുമ്പോ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടുകയും വേണം. ആ താലി മുറുകുന്നത് അവളുടെ നരക ജീവിതത്തിലേക്കാവണം. ഇപ്പൊ നിന്നോട് ചെയ്തതിനൊക്കെ നീ പകരം ചോദിക്കണം. അവസാനം ഒറ്റ ചവിട്ടിന്റെ കയ്യബദ്ധത്തില് അവള് പെടഞ്ഞു മരിക്കണം. അതാണ് എന്റെ അനിയത്തിയുടെ കണ്ണീരിന് പകരമായി ഈ അവന്തിക ചേച്ചി അർച്ചന ചേച്ചിക്ക് കൊടുക്കുന്ന പാരിതോഷികം. ആ പാരിതോഷികം കൈപ്പറ്റാൻ അർച്ചനയ്ക്ക് ചിലപ്പോ ജീവൻ ഉണ്ടായില്ലെന്ന് വരും. ദയാനന്ദ മാഷിനും കമലയ്ക്കും അനൂപ് എന്ന ഒരു മോൻ മതി. എന്നോടും എന്റെ അനഘയോടും മത്സരിച്ചതിന് 2 പെൺമക്കളുടെയും ജീവൻ ഇങ്ങെടുക്കും ഈ അവന്തിക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.